നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനിൽ സ്നേഹമുണ്ടാക്കുന്നതാണ് ഭക്തി. ഈശ്വരനാണ് ഈ ജഗത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാ ജീവികളിലും എല്ലാ വസ്തുക്കളിലും ഈശ്വരനുണ്ട്. അതുകൊണ്ട് മനുഷ്യരടക്കം എല്ലാ ജീവികളെയും ഭഗവാനായി കണ്ട് ജീവിക്കണം. ഇതാണ് ഭക്തി. ഏകനായ പരമാത്മാവാണ് മനുഷ്യരും മൃഗങ്ങളും വൃക്ഷങ്ങളും പർവ്വതങ്ങളും ഒക്കെയായി രൂപം കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ എല്ലാ ചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നതാണ് ആത്മജ്ഞാനമെന്ന് ഭഗവത്ഗീതയിൽ 8-ാം അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭക്തിമാർഗമായാലും ജ്ഞാനമാർഗമായാലും നമ്മുടെ എല്ലാ കർമ്മവും ഈശ്വരനോടുള്ള പൂജയാക്കി തീർക്കണം. അങ്ങനെയുള്ളവർക്കേ ഈശ്വരസ്മരണയോടെ ഈ ശരീരം വെടിയാൻ കഴിയൂ. എല്ലാവർക്കും സുലഭമായി ലഭിക്കുന്നതാണ് ഈശ്വരൻ. ആ ഭഗവാനെ പ്രാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് നശിക്കാത്ത ആനന്ദം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ആ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് എല്ലാ കർമ്മങ്ങളും അവിടത്തേക്കുള്ള പൂജയാക്കി എല്ലാവരിലും ഈശ്വരനെ ദർശിച്ച് സ്നേഹിച്ച് സേവിച്ച് ഈ ജീവിതം ധന്യമാക്കണം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. കന്ദർപ്പബാണങ്ങളേറ്റു സന്താപേന ചന്ദ്രബിംബത്തെയും നോക്കി വാഴും വിധം ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചങ്ങനെ ലോകൈക സുന്ദരിയാകിയ നാരി താനേകാക്കിയായി വരുന്നതു കണ്ടവൻ വേഗേന കയ്യും പിടിച്ചിരുത്തിയിടിനാൻ ആകുലമാനസയായി ചമഞ്ഞാളവൾ. ആരു നീയാകുന്നതെന്തു നിൻ പേരു മറ്റാരെടോ നിന്നുടെ വല്ലഭൻ ഭാഗ്യവാൻ. നിന്നോടു കൂടി രമിച്ചു വാണിടുവാൻ എന്നോടു തുല്യനായില്ല മറ്റാരുമേ. എന്നോടു കൂടെ വസിച്ചിടിവിടെ നീ പിന്നെ ഞാൻ നിന്നെ അയച്ചിടുവനെടോ. ഇത്തം ദശമുഖൻ ചൊന്നതു കേട്ടതിത്രസ്തയായി ചൊല്ലിനാൾ മെല്ലവേ രംഭയും. നിന്നുടെ പൂർവജനായ ധനീശ്വരൻ തന്നുടെ പുത്രൻ നളകൂബരനവൻ തന്നുടെ വല്ലഭയാക്കിയ രംഭ ഞാൻ
നിന്നുടെ പുത്രിയായി വന്നിടുമോർക്ക നീ. ഒല്ലാത കാര്യമോരായിക നീ മാനസേ. നല്ലവണ്ണമയച്ചിടെന്നെ വൈകാതെ. അടുത്തതായി രാമായണ ദർശനം. ദേവന്മാരെ തോൽപ്പിക്കാൻ പോകും വഴി രാവണനും രാക്ഷസപ്പടയും കൈലാസ ശൃംഖത്തിനരികെ വിശ്രമിക്കുന്നു. ആ സമയം അതുവഴി ഏകയായി നടന്നു പോകുകയായിരുന്ന രംഭയെ രാവണൻ കടന്നു പിടിക്കുന്നു. ബന്ധം വെച്ച് നോക്കുമ്പോൾ താൻ രാവണന് മകളാകുമെന്ന് രംഭ പറയുന്നു. അതിനൊന്നും ചെവി കൊടുക്കാത്ത രാവണൻ രംഭയെ ബലാത്കാരം ചെയ്യുന്നു. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ദേവലോകത്തിലേക്ക് വൻപിച്ച സൈന്യവുമായി പോവുകയാണ് രാവണനും സംഘവും ദേവന്മാരെ ആക്രമിക്കാൻ. കൈലാസശൈലത്തിൻ്റെ സമീപം വിശ്രമിക്കുന്നു. ആ സമയത്ത് രാത്രിയിൽ കാമപരവശനായി തീരുകയാണ്. അപ്സരസ്സുകളുടെയും മറ്റ് ഗന്ധർവന്മാരുടെയും എല്ലാം പാട്ടുകൾ കേട്ടിട്ട്. ആ സന്ദർഭത്തിൽ ആടൽ പൂണ്ടാൻ അനങ്കാതുരനായവൻ എന്ന് പറഞ്ഞു. ആടൽ പൂണ്ടാൻ, അവൻ ദുഃഖത്തെ പ്രാപിച്ചു. എങ്ങനെ? അനങ്കാതുരനായിട്ട്. അനങ്കൻ കാമദേവൻ, കാമദേവനാൽ ആതുരനാക്കിയിട്ട് കാക്കപ്പെട്ടിട്ട്. കന്ദർപ്പബാണങ്ങളേറ്റു സന്താപേന ചന്ദ്രബിംബത്തെയും നോക്കി വാഴും വിധൗ. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചങ്ങനെ ലോകൈക സുന്ദരിയാകിയ നാരിതാൻ ഏകാകിനിയായി വരുന്നതു കണ്ടവൻ വേഗേന കയ്യും പിടിച്ചിരുത്തിയിടിനാൻ ആകുലമാനസയായി ചമഞ്ഞാളവൾ. കന്ദർപ്പ ബാണങ്ങളേറ്റ് വളരെ സന്താപത്തോടുകൂടി ഒറ്റയ്ക്ക് ആകാശത്തിലേക്ക് ചന്ദ്രബിംബത്തെയും നോക്കി അങ്ങനെ കിടക്കുകയാണ് രാവണൻ. ആ സമയത്ത് ദിവ്യങ്ങളായ വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം ധരിച്ച് സർവാംഗ സുന്ദരിയായ ഒരു യുവതി ഏകാകിനിയായി വരുന്നത് രാവണൻ കണ്ടു. വേഗം തന്നെ അവൻ ഓടിപ്പോയി അവളെ കയറി പിടിക്കുകയാണ്. അടുത്തിരുത്തി. അവളാകട്ടെ ആകുല മാനസയായി ചമഞ്ഞാൾ. വളരെ ദുഃഖിതയായി പെട്ടെന്ന് തന്നെ സംഭ്രമിക്കുന്നവളായി തീർന്നു. ആരു നീയാകുന്നതെന്തു നിൻ പേരു, മറ്റാരടോ നിന്നുടെ വല്ലഭൻ ഭാഗ്യവാൻ. നിന്നോട് കൂടി രമിച്ചു വാണിടുവാൻ എന്നോട് തുല്യനായില്ല മറ്റാരുമേ. എന്നോടു കൂടെ വസിച്ചിടിവിടെ നീ, പിന്നെ ഞാൻ നിന്നെ അയച്ചിടുവനടോ. ഇത്തം ദശമുഖൻ ചൊന്നതു കേട്ടതി ത്രസ്തയായി ചൊല്ലിനാൾ മെല്ലവേ രംഭയും. വാൽമീകീയത്തിൽ അവളെ സമീപിച്ച് അവളോട് വൃത്താന്തങ്ങൾ ചോദിച്ച് പിന്നീടാണ് അവളെ കയറി പിടിക്കുന്നതും മറ്റും. നീ ആരാണ്? നിൻ്റെ പേര് എന്ത്? ഭാഗ്യവാനായ നിൻ്റെ വല്ലഭൻ ആരാണ്? നിന്നോടുകൂടെ രമിച്ചിടുവാൻ എന്നെപ്പോലെ മറ്റാരും ലോകത്തിലില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ എൻ്റെ കൂടെ വസിക്കൂ, പിന്നെ ഞാൻ നിന്നെ തീർച്ചയായിട്ടും വിട്ടയക്കാം. ഇപ്രകാരം രാവണൻ പറഞ്ഞപ്പോൾ അതിത്രസ്തയായി പേടിച്ച് വിറച്ചുകൊണ്ട് രംഭ മറുപടി പറഞ്ഞു. നിന്നുടെ പൂർവജനായ ധനേശ്വരൻ തന്നുടെ പുത്രൻ നളകൂബരനവൻ. തന്നുടെ വല്ലഭയാകിയ രംഭ ഞാൻ നിന്നുടെ പുത്രിയായി വന്നിടുമോർക്ക നീ. ഒല്ലാതെ കാര്യമോരായിക നീ മാനസേ, നല്ലവണ്ണമയ ചീടെന്നെ വൈകാതെ. അപ്പോൾ ദശമുഖൻ ചൊന്നാനതിൻ മൂലം അപ്സര സ്ത്രീകൾക്കു ദൂഷണമില്ലേതും. വായ്പോടി വണ്ണം പുണർന്നിതു രാവണൻ, രംഭയെ കമ്പം കലർന്നുപോയാളവൾ. നിൻ്റെ ജ്യേഷ്ഠനായ കുബേരൻ, ആ കുബേരൻ്റെ മകനാണ് നളകൂബരൻ. നളകൂബരൻ്റെ വല്ലഭയാണ് ഞാൻ, രംഭ എന്നു പേര്.
അതുകൊണ്ട് തന്നെ ബന്ധം നിരൂപിച്ചാൽ നിൻ്റെ പുത്രിക്ക് സമയാണ് ഞാൻ. അതുകൊണ്ട് ഓർക്കാതെ അരുതാത്തതൊന്നും ചെയ്യരുത്, മനസ്സിൽ തോന്നരുത്. ഒട്ടും വൈകാതെ എന്നെ നല്ലപോലെ പറഞ്ഞയച്ചാലും. ആ സമയത്ത് രാവണൻ പറഞ്ഞു, അപ്സര സ്ത്രീകൾക്ക് ഇതൊന്നും ദൂഷണമല്ല. വാൽമീകി രാമായണത്തിൽ അപ്സര സ്ത്രീകളെ സംബന്ധിച്ച് ഏകപതി എന്നുള്ളതില്ല. മാത്രവുമല്ല ദേവന്മാരെ സംബന്ധിച്ച് ഏകപത്നി എന്നതുമില്ല. അതുകൊണ്ട് ഞാനുമായി നീ രതിക്രീഡയിൽ ഏർപ്പെടണം എന്നാവശ്യപ്പെട്ടു. അവൾ സമ്മതിക്കാത്ത അവസ്ഥയിൽ ബലാത്കാരേണ പിടിച്ച് തനിക്ക് സ്വാധീനയാക്കി ഒരു പാറപ്പുറത്ത് കിടത്തി അവളെ ബലാത്സംഗം ചെയ്യുകയാണ്, രംഭയെ ബലാത്സംഗം ചെയ്യുകയാണ്. അതിബലിഷ്ഠനായ രാവണൻ്റെ കയ്യിൽപ്പെട്ടൊന്നുമല്ലാതെ ആയിത്തീർന്നു രംഭ. കൊമ്പനാന കലക്കിയ ജലാശയം പോലെയായി തീർന്നു എന്നാണ് വാൽമീകി മഹർഷി ഉപമിച്ചിട്ടുള്ളത്. അതീവ ദുഃഖിതയായി അവിടുന്ന് സ്ഥലം വിട്ടു. അങ്ങനെ കമ്പം കലർന്ന് പേടിച്ച് ഭയപ്പെട്ട് രംഭ അവിടുന്ന് പോയി. ചെന്നു നളകൂപരനോടവസ്ഥകൾ ഒന്നൊഴിയാതെ പറഞ്ഞിതു രംഭയും. നളകൂപരൻ അരികെ ചെന്ന് എല്ലാം പറഞ്ഞു. വാൽമീകി രാമായണത്തിൽ കാണുന്നത് തലമുടി കെട്ടഴിഞ്ഞു വീണ് എല്ലാ അലങ്കാരങ്ങളും ആഭരണങ്ങളും ചിതറിത്തെറിച്ചുപോയി, വസ്ത്രമെല്ലാം അസ്ഥാനത്തായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാണ് രംഭ. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ നളകൂപരൻ അരികെ ചെല്ലുകയും കാൽക്കൽ വീഴുകയും ചെയ്തു. ആ സമയത്താണ് നളകൂപരൻ ചോദിക്കുന്നത്, എന്താണ് നീ കാൽ പിടിച്ച് കരയുന്നത്? ആ സമയത്താണ് ഉണ്ടായതെല്ലാം പറയുന്നത്. അദ്ദേഹം വളരെ വികാരവിവശനായി ധ്യാനിച്ചിരിക്കാൻ ആരംഭിച്ചു. ഏതായാലും ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയുടെ ഭാഗവത തത്വവിചാരം കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ അധ്യായങ്ങളിലായിട്ട് നമ്മളെടുത്ത നാരായണ കവചം എന്ന് പറഞ്ഞ മഹാസ്തോത്രത്തെക്കുറിച്ചാണ്. സ്തുതിക്കുന്നവർക്കെല്ലാം അഭീഷ്ടത്തെ നൽകുന്ന മഹാസ്തോത്രം, എല്ലാവിധത്തിലും മനുഷ്യനെ സുരക്ഷിതമാക്കുന്ന സ്തോത്രമാണ് നാരായണ കവചം. നാരായണ കവചം ആര് ഭക്തിപൂർവം ശുദ്ധിയോടുകൂടി ദൃഢസങ്കല്പത്തോടുകൂടി ചൊല്ലുന്നുവോ, ഇന്ദ്രാദികൾക്ക് എപ്രകാരമാണോ സർവ്വ ഐശ്വര്യങ്ങളും ലഭിച്ചത് അപ്രകാരം ഇത് നമുക്കും ലഭിക്കുന്നതാണ്. വിശ്വരൂപനെന്ന് പറയുന്ന ദേവന്മാരുടെ ഗുരുവിന് തൻ്റെ പിതാവായിരിക്കുന്ന ത്വഷ്ടാവ് ഉപദേശിച്ചതാണ് ഈ നാരായണ കവചം. അവിടെ നിന്നത് ദേവന്മാർക്കും ലഭിച്ചു എന്നുള്ളതാണ്. നമുക്കും പരമ്പരയായി തന്നെ ഭാഗവതത്തിലൂടെ ഈ നാരായണ കവചം ലഭിച്ചു. അത് നമ്മുടെ ഒരു സൗഭാഗ്യമാണ്. നമ്മുടെ മനസ്സിലെ നിഷ്കളങ്കമായ ഭക്തിയിലൂടെ തന്നെ ആരാണോ നാരായണ കവചത്തെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്, ആ ഗൃഹത്തിലെ, ആ മനസ്സിലെ, അല്ലെങ്കിൽ ജന്മാന്തരങ്ങളിൽ പോലും പരിശുദ്ധിയെയും സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്നതും നമ്മുടെ ഗമനാഗമനങ്ങളിലുണ്ടാകുന്ന ദോഷങ്ങളെ പരിഹരിക്കുന്നതുമായ ഒന്നാണ് നാരായണ കവചം. മനസ്സ് ചാഞ്ചല്യമില്ലാതെ നിശ്ചയത്തോടുകൂടി ഉറച്ച ഭക്തിയോടുകൂടി ഫലപ്രാപ്തി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ ആരാണോ ഇത് ജപിക്കുന്നത് അവർക്ക് തീർച്ചയായും ഫലപ്രാപ്തി ലഭിക്കുന്നതാണ്. ഇനിയും അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്നത് 24-ാമത്തെ ശ്ലോകം. ത്വം ദിഗ്മധാരാസി ഇവ അരാരിസൈന്യം ഈശപ്രയുക്തോ മമ ചിന്തി ചിന്തി ചക്ഷൂംഷി ചർമ്മ ശതചന്ദ്രജാതയ ദുഷാമഹോ നാം ഹരപാപചക്ഷുഷാം. ത്വം
ധിക്മധാരാസി ഇവ അരിസൈന്യം പറയാണ്. ധിക്മധാര തീഷ്ണമായ ധാരയോട് കൂടിയതിനെയാണ് ധിക്മധാര എന്ന് പറയുന്നത്. എന്താണ് ആ തീഷ്ണമായ ധാര എന്നുള്ളത്? അടുത്ത പദപ്രയോഗത്തിൽ പറയുന്നു അസിവര, അസികളിൽ വെച്ച് ശ്രേഷ്ഠം. അസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, വാള. ആ വാളുകളിൽ വെച്ച് ശ്രേഷ്ഠമായത് എങ്ങനെയാണ്? തീഷ്ണമായ ധാരയോട് കൂടിയതാണ്. ത്വം നീ ഈശപ്രയുക്ത, ഈശ്വരനാൽ പ്രകൃഷ്ടമായിട്ട് നിയുക്തനായിട്ടുള്ളവരാണ്. ഈശ്വരൻ്റെ അനുജ്ഞയോടുകൂടി എന്നർത്ഥം. ഈശ്വരൻ്റെ ഭഗവാന്റെ ആജ്ഞയോടുകൂടി, ഈശ്വരൻ്റെ അനുജ്ഞയോടുകൂടി ത്വം നീ ഈശപ്രയുക്ത, ഈശ്വരനാൽ പ്രയോഗിക്കപ്പെട്ടവനായിട്ട് മമ്മ ഐരിസൈന്യം, എൻ്റെ ശത്രുസൈന്യത്തെ. എല്ലാവർക്കും ഉള്ളതാണ് ശത്രുക്കൾ. എവിടെ തിരിഞ്ഞാലും ശത്രുക്കളുണ്ട്. നമ്മൾ വഴിയെ വെറുതെ ട്രെയിനകത്ത് വെറുതെ യാത്ര ചെയ്താലും ശത്രുക്കളുണ്ട്. എവിടെയും ശത്രുക്കളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശത്രുവിന് മനോനിയന്ത്രണം ഇല്ലായ്മ തന്നെയാണ്. ആരുടെയൊക്കെ മനസ്സാണോ പ്രകൃതിക്കൊത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, അവരുടെയൊക്കെ മനസ്സിനകത്താണ് ശത്രുത കൂടിക്കൊണ്ടേയിരിക്കുന്നത്. നിയന്ത്രണ വിധേയമല്ലാത്ത മനസ്സ്. നിയന്ത്രണ വിധേയമാകണം മനസ്സ് എന്നുള്ള കാര്യമാണ് ഇവിടെ എപ്പോഴും പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾക്കൊക്കെ ഇങ്ങനെ കേട്ടാലും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഉൾപ്രേരണ നമുക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നില്ല. ഞാൻ തന്നെ തീരുമാനിക്കണം എൻ്റെ മനസ്സ് നന്നാകണം, എൻ്റെ മനസ്സിനകത്ത് അതിനുള്ള ഉൾപ്രേരണ ഉണ്ടായിരിക്കണം എന്നുള്ളത്. നന്നാകണമെന്നുള്ള ഉൾപ്രേരണ ആരുടെ മനസ്സിൽ നിന്ന് പുറമേ നല്ലാതെ ഉണ്ടാകുന്നു അവർക്ക് മാത്രമാണ് ശത്രുക്കളെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. സംയമനാത്മകമായ ബുദ്ധിയാണ് ശത്രുവിനെ ജയിക്കുന്നത്. നമ്മൾ വിചാരിക്കും പ്രതികരിക്കുമ്പോഴാണ് ശത്രുവിനെ ഇല്ലാതാക്കുക എന്ന് വിചാരിക്കും. പ്രതികരിക്കുമ്പോഴല്ല, നമ്മുടെ മനസ്സിനെ അവർക്ക് യാതൊരുവിധ വികല്പവും സൃഷ്ടിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ശത്രു വിജയം നമുക്കുണ്ടാകുന്നത്. നമ്മളെടുത്തു വെച്ച് നോക്കിയാൽ അറിയാം, ഭഗവാൻ കൗരവസഭയിൽ ചെന്നു, ദൂതനായിട്ടാണ് ചെന്നത്. ദൂതനായിട്ട് ചെന്ന സമയത്ത് കൗരവർ ദുര്യോധനാദികളെല്ലാം തന്നെ ഭഗവാനെ ഒരുപാട് നിന്ദിച്ചെന്ന് മാത്രമല്ല ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ആലോചിക്കണം, കമനീയമായ കൊട്ടാരത്തിലെ കമനീയമായ മുറികളിൽ നല്ല ഭക്ഷണങ്ങളൊക്കെ ഒരുക്കിയെങ്കിലും ഭഗവാൻ പോയി വിദുരരുടെ ഗൃഹത്തിലാണ്. തൻ്റെ ഭക്തനാരോ അവരുടെ ഗൃഹത്തിൽ പോയി ഭക്ഷണം കഴിക്കുകയും ദൂതനായിട്ട് വന്ന ഭഗവാൻ എല്ലാ ശത്രുക്കളുടെയും നിന്ന് പാണ്ഡവർക്ക് വേണ്ടി ഭൂമിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരിഞ്ച് ഭൂമി പോലും കൊടുക്കാത്ത ദുഷ്ടബുദ്ധികളായ കൗരവർ എന്ത് ചെയ്തു? ഭഗവാന്റെ മഹത്വത്തെ അറിയാതെ, ഭഗവാനെ തിരിച്ചറിയാതെ ബന്ധനസ്ഥനാക്കി. പക്ഷേ മായ കൊണ്ട് അവരവർ തന്നെ അവരവരെ ബന്ധനസ്ഥമാക്കിയതിന് തുല്യമായി തീർന്നു. ആ കഥ നമ്മളെല്ലാം കേട്ടതാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്വയം ബന്ധനസ്ഥനാകുകയാണ് ശത്രുക്കൾ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും സമാധാനമോ ശാന്തിയോ നല്ല ഉത്തമമായ ജീവിതമോ ഒന്നും ലഭ്യമല്ല. ശത്രു എപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരാളെയും ശത്രു ആക്കരുത് മനസ്സിൽ, നമുക്കാണതുകൊണ്ട് അപജയം ഉണ്ടാകുന്നത്. പരാജിതനായ ഒരു ജീവിതത്തെക്കാളും നല്ലത് ശത്രുവിനെ വിജയിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നീ എന്താണ് മമ ചിന്തി, എൻ്റെ മമ ഐരിസൈന്യം ചിന്തി, എൻ്റെ ശത്രുസൈന്യത്തെ ഛേദിച്ചാലും എന്ന് പറയുന്നു. എല്ലാ ഭക്തന്മാരുടെ ഉള്ളിലും ദുഷ്ടതകളുണ്ട്, ആ ദുസ്വഭാവങ്ങളുടെ അടിമപ്പെട്ട് ശത്രുതയുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാകട്ടെ ഈ നാരായണ കവചം എന്ന് പറയുന്ന ഒന്ന്. ചിന്തി നിങ്ങൾ പതുക്കെ ഈ നമുക്ക് ആരോടാണോ വൈരമുള്ളത് അതിനെയൊക്കെ ഛേദിച്ച് കളഞ്ഞാലും എന്നാണ് ഇവിടെ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും മനസ്സിൽ ശത്രുമിത്ര ഭാവമില്ലാണ്ട് അതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കട്ടെ. ഭക്തിയിലൂടെ മനസ്സുയരട്ടെ, സംയമനത്തിലൂടെ മനുഷ്യൻ നന്നാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. സന്ധ്യാദീപം
അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. सुरपूजिते नमस्तेस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्र गदाहस्ते महालक्ष्मी नमो